എൻ്റെ എല്ലാ കൂട്ടുകാർക്കും കുട്ടിക്കഥകൾ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കഥ കേൾക്കാം. ഇന്നത്തെ നമ്മുടെ കഥയുടെ പേരാണ് ഒരു കൊച്ചു നാണയത്തിൻ്റെ വില. അമേരിക്കയിൽ ഹെൻറി എന്നു പേരുള്ള കോടീശ്വരനായ ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു. മക്കളോടും പേരക്കുട്ടികളോടും ഒപ്പമായിരുന്നു അപ്പൂപ്പൻ്റെ താമസം. ഹെൻറിയുടെ കൊച്ചുമക്കളിൽ ഒരാളാണ് ജോൺ. മഹാവികൃതിക്കാരനായിരുന്നു അവൻ. ഒരു ദിവസം അദ്ദേഹം ജോണിനെയും കൂട്ടി വെറുതെ നടക്കാനിറങ്ങി. കുറേ ചെന്നപ്പോൾ മരത്തിൽ ചാടിക്കളിക്കുന്ന ഒരു അണ്ണാറക്കണ്ണനെ ജോൺ കണ്ടു. അല്പനേരം അത് നോക്കി നിന്ന് അവൻ കീശയിൽ നിന്ന് എന്തോ ഒന്ന് പുറത്തെടുത്തു. എന്നിട്ട് അണ്ണാറക്കണ്ണനെ എറിഞ്ഞു. ഹെൻറി അപ്പൂപ്പൻ അത് കണ്ടു. എന്ത് സാധനം കൊണ്ടാ നീ അതിനെ എറിഞ്ഞത്? അദ്ദേഹം ചോദിച്ചു. ഒരു കൊച്ചു നാണയം കൊണ്ട്, ജോൺ മറുപടി പറഞ്ഞു. എന്നിട്ട് അവൻ മുന്നോട്ട് നീങ്ങി. എന്നാൽ അപ്പൂപ്പൻ അവിടെ തന്നെ നിന്നു. എന്നിട്ട് പുൽത്തകിടിയിലും മരത്തിന്റെ ചുവട്ടിലും എല്ലാം പരതാൻ തുടങ്ങി. അങ്ങനെ കുറേ തപ്പിയപ്പോൾ അദ്ദേഹത്തിന് ഒരു നാണയം കിട്ടി. അത് ജോണിന്റെ കയ്യിൽ കൊടുത്തിട്ട് അപ്പൂപ്പൻ പറഞ്ഞു, ഇനി ഇത് കളയരുത് കേട്ടോ. ഇതെല്ലാം കണ്ട് ജോണിന് അത്ഭുതമാണ് തോന്നിയത്. തീരെ വില കുറഞ്ഞ ഒരു നാണയത്തിന് വേണ്ടി കോടീശ്വരനായി അപ്പൂപ്പൻ എത്ര ബുദ്ധിമുട്ടുകയോ. അപ്പൂപ്പൻ കോടീശ്വരനല്ലേ, പിന്നെ എന്തിനാ ഈ ഒരു നാണയത്തിന് വേണ്ടി ഇത്രയും നേരം കളഞ്ഞത്? അവൻ ചോദിച്ചു. അത് കേട്ട് ഹെൻറി പുഞ്ചിരിയോടെ പറഞ്ഞു, ശരിയാ, ഞാനൊരു കോടീശ്വരനാണ്. പക്ഷേ ഇതുപോലെ വില കുറഞ്ഞ കുറേ നാണയങ്ങൾ ചേർത്താണ് എനിക്ക് ഇത്രയും ധനമുണ്ടായത്. അതിലൊരെണ്ണം വെറുതെ പോയാൽ അത്രയും തുക എൻ്റെ സമ്പത്തിൽ നിന്ന് കുറയും, ശരിയല്ലേ? ജോൺ ശരിയാണെന്ന് സമ്മതിച്ചു. അപ്പോൾ അപ്പൂപ്പൻ തുടർന്നു, മാത്രമല്ല വിലയില്ലാത്തതെന്ന് തോന്നുന്ന ഏത് വസ്തു കൊണ്ടും നമുക്ക് ഉപയോഗമുണ്ട്. ആരോരുമില്ലാത്ത ഒരു ദ്വീപിൽ നീ എത്തിപ്പെട്ടെന്ന് കരുതുക. കയ്യിൽ ഈ നാണയം മാത്രമേ ഉള്ളൂ എന്നും വേണം കരുതാൻ. വേണമെങ്കിൽ ഈ നാണയം ഇടിച്ചു പരത്തി ഒരറ്റം മൂർച്ചയുള്ള കത്തി പോലെയാക്കാം. ആ ആയുധം കൊണ്ട് കാട്ടുകിഴങ്ങുകളും കായ്കളും ഒക്കെ മുറിച്ച് തിന്നാം. അങ്ങനെ പട്ടിണി കിടക്കാതെ നിന്റെ ജീവൻ നിനക്ക് രക്ഷിക്കാം. അതോടെ ഒരു കൊച്ചു നാണയത്തിന്റെ വില എത്രയാണെന്ന് ജോണിന് മനസ്സിലായി. ഇനി ഒരിക്കലും അവൻ വെറുതെ ഒന്നും കളയുകയില്ലെന്ന് അവൻ പ്രതിജ്ഞയെടുത്തു. ഹെൻറി അവനെയും കൂട്ടി നടത്തം തുടർന്നു. നിങ്ങൾക്ക് കേൾക്കണ്ടേ, ആരായിരുന്നു ഈ ജോണിന്റെ അപ്പൂപ്പനെന്നല്ലേ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത്? ഫോർഡ് എന്നു പേരുള്ള ലോക പ്രശസ്തമായ കാറുകൾ നിർമ്മിച്ച് വിറ്റ ഹെൻറി ഫോർഡാണ് ഈ അപ്പൂപ്പൻ, ഈ ജോണിന്റെ അപ്പൂപ്പൻ. എല്ലാവർക്കും ഇന്നത്തെ കഥ ഇഷ്ടമായോ? കഥയുടെ അർത്ഥം മനസ്സിലായോ എല്ലാ കൂട്ടുകാർക്കും? ഒരിക്കലും എൻ്റെ കൂട്ടുകാരും ഒന്നും വേസ്റ്റ് ആക്കരുത്. നമുക്ക് കിട്ടുന്ന ഓരോ പൈസയും ഓരോ സാധനവും വിലപ്പെട്ടതാണെന്ന് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായല്ലോ. ഇനിയും ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അടുത്ത പുതിയൊരു കഥയുമായി നാളെ നമുക്ക് കാണാം. എല്ലാവർക്കും എൻ്റെ ഗുഡ് നൈറ്റ്.